എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 36 ഇന്ന് ആരംഭിക്കുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 9ാമത്തെ വയസ്സിലും 10 വയസ്സിലും 11 വയസ്സിലും എന്തൊക്കെ കളികളാ ഭഗവാൻ അല്ലെ, ആ ലീലകൾ കൊണ്ട് രാത്രിയും പകലും ആ ഗോപികൾക്കും വ്രജവാസികളായ മറ്റുള്ളവർക്കും അങ്ങനെ പരമാനന്ദം ജനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഭഗവാൻ 11 വയസ്സ് വരെ ഗോകുലത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അസുരന്മാരെ വന്നൊക്കെ കൊന്ന് അല്ലെ, എത്ര അസുരന്മാരെ ഒരു പ്രയാസം ഇല്ലാതെ നിഷ്പ്രയാസം അവരെയൊക്കെ വധിച്ച് ആ ഗോകുലത്തിലുള്ളവരെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ട്, ആ ഗോപസ്ത്രീകളെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ട് അങ്ങനെ കഴിയാണ്. എല്ലാവർക്കും ആനന്ദം മാത്രം കണ്ണൻ കൂടെ ഉള്ളപ്പോ. അങ്ങനെ ആ കഥയൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ട് പിന്നിതാ 12ാമത്തെ വയസ്സില് പിന്നിതാ കംസനെ കൊല്ലാനായിട്ട് കഴിഞ്ഞു. വൃന്ദാവനത്തിലെ ഭഗവാന്റെ വാസം കഴിഞ്ഞു. പിന്നിതാ മധുരയിലേക്ക് കംസനെ കൊല്ലാനായിട്ട് പോവുകയാണ്. പിന്നെ ഒരിക്കൽ പോലും വൃന്ദാവനത്തിലേക്ക് ആ അമ്മയെ കാണാനായിട്ട്, ഗോപസ്ത്രീകളെ കാണാനായിട്ടോ കൃഷ്ണൻ വരുന്നേ ഇല്ല. അതിനിടയ്ക്കാണ് മധുരയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അക്രൂരനെ പറഞ്ഞേക്കാണ് കംസൻ. അതിനു മുമ്പതാ 11ാമത്തെ വയസ്സില് ആ മേടമാസം പൗർണമി ദിവസത്തില് ഭഗവാൻ ചെയ്ത അരിഷ്ടവധം എന്നുള്ള അത് 15 ശ്ലോകം കൊണ്ടാണ് പറയണത്. അങ്ങനെ അരിഷ്ടാസുരൻ ഗോകുലത്തിലേക്ക് വന്ന സംഗതിയാണ് ആദ്യം വർണ്ണിക്കുന്നത്. അങ്ങനെ ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമന് ദേവഗന്ധർവാദികളാൽ അവരിങ്ങനെ വാദ്യമേളങ്ങൾ കൊണ്ട് സ്വീകരിക്കണു അല്ലെ, പുഷ്പവൃഷ്ടി ചെയ്യണു. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് വ്രജത്തിലുള്ളവരൊക്കെ പരമസന്തുഷ്ടരായിരിക്കുകയാണ്. അവരുടെ ആനന്ദം കണ്ടിട്ട് അരിഷ്ടാസുരനാണ്ട് സഹിക്കണില്ല. അതങ്ങനെയാണല്ലോ അല്ലെ, ഭഗവത് ഭക്തന്മാരെ ആനന്ദിച്ചിരിക്കുന്നത് കാണുമ്പോ ദുഷ്ടന്മാര് അസൂയപ്പെട്ടുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അതാണ് സാധാരണയാണത്. സ്വയം നഷ്ട പരാനഭി നാശയതി, താനും നശിച്ച അന്യരെയും നശിപ്പിക്കുന്നത് ദുർജന സ്വഭാവമാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഗോപസ്ത്രീകൾ രാസലീല ഭഗവാനോടുകൂടി രാസലീല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ ഗോപികളുടെ പരമാനന്ദത്തെ നശിപ്പിക്കാനായിട്ട് അരിഷ്ടാസുരൻ വലിയൊരു കാളയുടെ രൂപത്തിലാണ്, ആ കാളയുടെ രൂപം ധരിച്ച് ഗോകുലത്തിലേക്ക് അങ്ങോട്ട് വരികയാണ്. അവന്റെ ആ അതിഭയങ്കരമായിട്ടുള്ള ശരീരവും ആനയുടെ പോലെ അത്ര വലിപ്പമുള്ള കാള, മുതുകത്തൊരു പൂഞ്ഞ കൂടെ ഉണ്ട്. അത് ഭയങ്കര വലിപ്പമുള്ള ഒരു പൂഞ്ഞ. ആ മതം ഇങ്ങനെ വർദ്ധിച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ അതികഠിനങ്ങളായ കുളമ്പുകൾ കൊണ്ട് ആ ഭൂമി അങ്ങനെ പിളർക്കുകയും ഗംഭീരമായിട്ടുള്ള ഓട്ടം ചാട്ടം ഒക്കെ കൊണ്ട് ഭൂമി അങ്ങനെ വിറയ്ക്കാണ് ആ അരിഷ്ടാസുരൻ ഓടി വരുമ്പോ എന്ന് പറയണു. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ഷട്ത്രിംശോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. അഥ ദർഹ്യാഗതോ ഗോഷ്ഠം അരിഷ്ടോ വൃഷഭാസുര മഹീം മഹാകകുത്കായ കമ്പയൻ ഖുരവീക്ഷതാം. അതിഭയങ്കരനായിട്ടുള്ള ആ അരിഷ്ടാസുരൻ
വലിയൊരു കാളയുടെ രൂപം ധരിച്ചിട്ടാണ് ഗോകുലത്തിലേക്ക് വന്നത്. അവന്റെ ആ ഭയങ്കര ശരീരവും മുതുകത്തുള്ള പുഞ്ച കൂടൊക്കെ വളരെ ഭീകരമായിട്ട് കണ്ടാൽ തന്നെ പേടിയാവും അവന്റെ വരവ്. അങ്ങനെ മദം വർദ്ധിച്ചിരിക്കുക. ആ കുളമ്പ് കൊണ്ട് ഇങ്ങനെ ഭൂമി പിളർന്നുകൊണ്ടാ കുളമ്പിട്ടിട്ട് ഇങ്ങനെ താത്തുണ്ട് ആ ഭൂമിയില്. അങ്ങനെ അതിഭയങ്കരമായിട്ട് ഗംഭീരമായിട്ടുള്ള ചാട്ടവും ഓട്ടവും ഒക്കെ ആയിട്ട് ഭൂമി ഇങ്ങനെ വിറയ്ക്കാണ് ഈ അരിഷ്ടാസുരന്റെ ആ വരവ് കണ്ടിട്ട് ഭൂമിദേവി. രംഭമാണ ഖരതരം പദാജ വിലിഖൻ മഹിം ഉദ്യമ്യ പുച്ഛം വപ്രാണി വിഷാണാഗ്രേണ ചോദ്ധരൻ. ആ 3 ശ്ലോകം കൊണ്ടാണ് വൃഷഭത്തിന്റെ ആ ഭയങ്കര ആകൃതിയെ വർണ്ണിക്കുന്നത്, അവന്റെ സ്വഭാവം. കേൾക്കുന്നവരുടെ ചെവി അടയ്ക്കത്തക്ക വിധം ചെവി ഇങ്ങനെ തുളച്ചു കയറുക, അങ്ങനെ മുക്രയിടുകയും കാലുകൊണ്ട് ഇങ്ങനെ ഭൂമി കിളറി പൊടി പറപ്പിക്കുകയും വാലുയർത്തിപ്പിടിക്കുകയും കൊമ്പുകളുടെ അഗ്രങ്ങൾ കൊണ്ട് മതിലുകളൊക്കെ ഇങ്ങനെ കുത്തി തകർത്തിടുകയാണ് ആ അസുരൻ. കിഞ്ചിൽ കിഞ്ചിൽ ശകൃൻ മുഞ്ചൻ മൂത്രയൻ സ്തബ്ധലോചന യസ്യ നിർഘ്രാദിതേനാംഗ നിഷ്ഠുരേണ ഗവാം നൃണാം പതന്ത്യകാലതോ ഗർഭ സ്രവന്തി സ്മ ഭയേന വൈ നിർവിശന്തി ഖനായസ്യ കകുത്യജലശങ്കയാ. അങ്ങനെ ഇട്ടക്കിട്ട ചാണകമിട്ട് മൂത്രമൊഴിച്ചും കൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ തുറിച്ചും മിഴിച്ചും കൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞു നോക്കും. ഉറക്കം മുക്രയിട്ടും കൊണ്ടാണ് മൂത്രമൊഴിക്കും. അവിടെയൊക്കെ ഭയങ്കര ശബ്ദത്തില് മുക്രയിട്ടും കൊണ്ട്, കഠിനമായ മുക്ര ശബ്ദം കൊണ്ട് പേടിച്ച് അത് കേട്ടിട്ട് പശുക്കളുടെയും സ്ത്രീകളുടെയൊക്കെ 2-3 മാസം കഴിഞ്ഞിട്ടുള്ള ഗർഭമൊക്കെ ഇങ്ങനെ അലസി പോവാന്നാ പറയുന്നത്, പേടിച്ചിട്ട്. അത്ര ഭയങ്കരാണ് അവന്റെ ആ മുക്രയിടല്. 3 മാസം കഴിഞ്ഞിട്ടുള്ള ഗർഭങ്ങളൊക്കെ സ്രവിക്കണു, 5-6 മാസം കഴിഞ്ഞിട്ടുള്ള ഗർഭങ്ങളൊക്കെ അലസി പോവുകയും ചെയ്യണമെന്ന്. ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആ അസുരൻ ഗോകുലത്തിലേക്ക് വന്നപ്പോ ഉണ്ടായതെന്ന്. അതിഭീകരമായ ആ ദേഹത്തിന്റെ മുതുകത്തുള്ള പുഞ്ചക്കുടം കണ്ടിട്ട് പർവ്വതാണോ എന്നുള്ള വിചാരം കൊണ്ട് മേഘങ്ങൾ അതിൽ വന്നിരിക്കുന്നു. അതാണ് ഈ 4 മാസം വരെയുള്ള ഗർഭ അലസിയ സ്രവിച്ചു എന്നാ പറയാ. 5-6 മാസങ്ങളിൽ അലസിയ പതിച്ചു എന്നും, പിന്നെയാണല്ലോ പിന്നെ 10 മാസം കഴിഞ്ഞാൽ പ്രസവിച്ചു എന്നും പറയുന്നു. അതുകൊണ്ടാണ് 3 മാസം കഴിഞ്ഞപ്പോൾ സ്രവിച്ചു എന്ന് പറഞ്ഞത്. അത് അവന്റെ ഭീകരത വർണ്ണിക്കണു അടുത്ത ശ്ലോകങ്ങള്. തം തീക്ഷ്ണ ശൃംഗമുദ്ദീക്ഷ്യ ഗോപ്യോ ഗോപാശ്ച തത്രസു പശവോ ദുദ്രുർഭീതാ രാജൻ സന്ധ്യജ്യ ഗോകുലം. ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു, ഹേ മഹാരാജാവേ, കൂർത്ത കൊമ്പുകളോടുകൂടിയ ആ മഹാവൃഷഭം വരുന്നത് തല പൊക്കി നോക്കിയ ഗോപികളും ഗോപന്മാരും ഇതുപോലത്തെ ഒരു സത്വത്തെ, മഹാസത്വത്തെ ഇതുവരെ കണ്ടിട്ടില്ല. അത് എന്തൊരു ഘോരരൂപ, ഇത് എവിടുന്ന ഇങ്ങനത്തെ ഒന്ന് ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞിങ്ങനെ വല്ലാതെ ഭയപ്പെട്ട് അവര് ഓടി. പശുക്കള് ഈ കൂറ്റനെ കണ്ട് പേടിച്ചിട്ട് ഗോകുലത്തിൽ നിന്ന് അമ്പയെന്ന് പറഞ്ഞിട്ട് ഓടി വേറൊരു സ്ഥലത്തേക്ക്, ഗോകുലത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാ പറയണത് പശുക്കളൊക്കെ. കൃഷ്ണ കൃഷ്ണേതി തേ സർവേ ഗോവിന്ദം ശരണം യയോ ഭഗവാനപി തദ്വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം. ഗോപന്മാരും ഗോപികളൊക്കെ എല്ലാവരും കൂടി ഹേ കൃഷ്ണ, ഹേ കൃഷ്ണ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഗോവിന്ദനെ തന്നെ ശരണം പ്രാപിച്ചു. അവർക്ക് ആരാ ശരണം പ്രാപിക്കാൻ? ഒരാളുണ്ടല്ലോ ഗോവിന്ദൻ എപ്പോഴും അവരെ രക്ഷിക്കാൻ, അല്ലേ? ആ ഭഗവാനും ആ പേടിച്ചോടുന്ന ഗോകുലവാസികളെ സൂക്ഷിച്ചു നോക്കി. എന്താ ഇവരിങ്ങനെ ഇത്ര പേടിച്ചു നോക്കണേന്ന്. അപ്പോഴാണ് ഭഗവാൻ അവനെ കണ്ടത്. പേടിക്കണ്ട, നിങ്ങൾ ആരും ഓടണ്ട, അവിടെ നിൽക്കൂ, ഞാൻ നിങ്ങളെയൊക്കെ രക്ഷിക്കാം എന്ന് ഭഗവാൻ അവരോട് പറയണു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.